നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. 2025 മെയ് മാസം 7-ാം തീയതി 1200-ാം ആണ്ട് മേടമാസം 24-ാം തീയതി ബുധനാഴ്ച. ഇന്ന് ബുധനാഴ്ചയാണ്. നക്ഷത്രവും പൂരം നക്ഷത്രമാണ്. പൂരം എന്ന് പറയുമ്പോൾ നല്ല നക്ഷത്രമാണ്, പൊടിപൂരമാണ്. പൂര നക്ഷത്രം ബുധനാഴ്ച. ബുധൻ എന്ന് പറയുമ്പോൾ പ്രവർത്തികാരകനാണ്. എന്ത് പ്രവൃത്തി ചെയ്യാനും എന്ത് തുടങ്ങാനും ഏറ്റവും നല്ല ദിവസമാണ് ബുധനാഴ്ച. അന്ന് നല്ല നക്ഷത്രം കൊണ്ട് കിട്ടുകയാണെങ്കിലോ നമുക്ക് പറയാം അതിമധുരം. മധുരത്തിൻ്റെ കൂടെ മധുരം വരുമ്പോൾ അതിമധുരം എന്ന് പറയും പോലെ അത്രയ്ക്ക് ശോഭനമായ ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ എന്ത് കാര്യത്തിന് ഇറങ്ങണം. ഇന്ന് ഒരു കാര്യവും മാറ്റി വയ്ക്കരുത്. എത്രത്തോളം കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റുമോ അതൊന്ന് ചെയ്ത് തീർക്കാൻ നോക്കണം. കാരണം നമുക്ക് ഇപ്പോഴും നല്ല ദിവസം കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് നല്ല ദിവസം കിട്ടുന്ന സമയം നല്ല കാര്യങ്ങൾ ചെയ്ത് അന്ന് സമയം നോക്കാതെ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ നോക്കണം. അതുപോലെ മേടമാസത്തിലെ പൂരൻ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾക്ക് ഈ ഒരു വർഷം വളരെ ഭാഗ്യദായകമായിരിക്കും. എന്തൊക്കെ സമയദോഷമോ എന്തൊക്കെ ദശയോ എന്തൊക്കെ ദോഷങ്ങളോ നിലനിൽക്കട്ടെ, പക്ഷേ ബുധനാഴ്ചയും പൂരൻ നക്ഷത്രവുമായി വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായിരിക്കും. വളരെ സാമ്പത്തിക പുരോഗതി, ഉദ്യോഗമില്ലാത്ത ആളിന് ഉദ്യോഗത്തെ കൊടുക്കും, ഉദ്യോഗത്തിലിരിക്കുന്ന ആളിന് ഉദ്യോഗ കയറ്റം കിട്ടും, സ്വന്തമായിട്ട് ബിസിനസ്സോ വല്ലതും ചെയ്യാൻ താല്പര്യം ഉള്ളവർക്ക് തുടങ്ങാം, ബിസിനസ് ഇരിക്കുന്നവർക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാം, പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ പഠിത്തം ബ്രേക്കായിരിക്കുന്നവർക്ക് ഉപരിപഠനം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല സമയമാണ്. അപ്പോൾ ഇതിനെല്ലാം അനുകൂലപ്രദമായ ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വർഷത്തെ നിങ്ങൾ മാക്സിമം വിനിയോഗിച്ചോളണം. എന്ത് ചെയ്താലും അത് സക്സസ് ആവും. അതുകൊണ്ട് അതിനു വേണ്ടി ഇറങ്ങണം. ഇന്നും ഓരോ കാര്യത്തിന് പോകുമ്പോഴും നല്ല ദിവസമെന്ന് ഞാൻ പറഞ്ഞു, നല്ല നക്ഷത്രം ആണ്. പക്ഷേ രാഹു കാലത്തിന് പ്രാധാന്യം കൊടുക്കണം. കലണ്ടറിൽ 12 മണി മുതൽ 1:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാഹുകാല സമയം 12 മണി 21 മിനിറ്റ് തൊട്ട് 1 മണി 54 മിനിറ്റ് വരെ രാഹുകാല സമയം. ഈ സമയത്ത് ശുഭയാത്രയ്ക്ക് തുനിയരുത്. യാത്രയ്ക്ക് അനുകൂലപ്രദമായ സമയം അല്ല. അതുപോലെ തന്നെ ഒരു കാര്യത്തിനും കൊള്ളാത്ത 2 സമയങ്ങളുണ്ട് എല്ലാ ദിവസവും: ഗുളിക കാല സമയവും യമകണ്ഠ കാല സമയവും. ഇന്ന് ഗുളിക കാല സമയം വരുന്നത് 10 മണി 48 മിനിറ്റ് തൊട്ട് 12 മണി 21 മിനിറ്റ് വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 7:42 തൊട്ട് 9:15 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ അഭിജിത്ത് മുഹൂർത്തം എല്ലാ ദിവസവും ഉണ്ട്. നമുക്കല്ലാതെ തന്നെ മുഹൂർത്തമുണ്ട്. എന്നാലും നമുക്ക് അഭിജിത്ത് മുഹൂർത്തം എടുത്ത് എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നുള്ളവർക്ക് 11 മണി 57 മിനിറ്റ് തൊട്ട് 12 മണി 45 മിനിറ്റ് വരെ 48 മിനിറ്റ് നേരത്തിൽ ഒരു 4 മിനിറ്റ് ഇടയ്ക്ക് നഷ്ടപ്പെടുമെങ്കിലും 44 മിനിറ്റ് നമുക്ക് തിരഞ്ഞെടുക്കാം. ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. പച്ച കളറോ പച്ച മിക്സായിട്ടുള്ളതോ ആയിട്ടുള്ള വസ്ത്രം നമുക്ക് ധരിക്കുകയോ അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും കൂടെ കരുതുകയോ ചെയ്യണം. കാരണം പ്രപഞ്ചത്തിൽ ബുധൻ്റെ പോസിറ്റീവ് എനർജി ഉണ്ട്. ഇത് നമ്മളിലേക്ക് ആഗിരണം ചെയ്യാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം നിങ്ങൾ ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം വിജയത്തിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.